പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വെക്കേഷൻ കാലഘട്ടത്തിലാണ് നമ്മൾ. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും സ്കൂൾ പഠനങ്ങളിൽ നിന്നും പരീക്ഷകളിൽ നിന്നെല്ലാം ആ തിരക്കുകളിൽ നിന്നെല്ലാം മാറി കുറച്ചു കൂടുതൽ സമയം നമുക്ക് അവരോടൊപ്പവും അവർക്ക് നമ്മളോടൊപ്പവും ചെലവഴിക്കാനുമൊക്കെ കൂടുതലായി കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ രക്ഷിതാക്കൾ എന്ന നിലയിൽ അവർക്ക് നല്ല ശിക്ഷണം നൽകുകയും അവർക്ക് നല്ല മാതൃകകളായി മാറുകയും ചെയ്യുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പ കാലഘട്ടം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു പോന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാം. അവരുടെ ഓരോ സന്ദർഭങ്ങളിലും അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്ന ഉമർ ഇബ്നു അബീ സലമ എന്ന കുട്ടി, ആ കുട്ടി പാത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം, ഹേ കുട്ടി, അല്ലയോ മോനെ, സമ്മില്ല, നീ ബിസ്മി ചൊല്ലുക. വക്കുൽ ബി യമീനിക്ക, നിന്റെ വലത് കൈകൊണ്ട് നീ കഴിക്കുക. വക്കുൽ മിമ്മ യലീക്ക, നിന്റെ പാത്രത്തിന്റെ അരികിൽ നിന്ന് നീ കഴിക്കുക. ഇതൊരു സന്ദർഭത്തിൽ, ഒരുമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശങ്ങളും ഭക്ഷണവുമായി ബന്ധപ്പെട്ട മര്യാദകളും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതേപോലെ അവസരങ്ങൾക്കൊത്ത് സന്ദർഭങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമാണ്. ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നത് കാണാൻ സാധിക്കും, കുട്ടികൾ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു അമാനത്താണ്. മാതാപിതാക്കളുടെ അടുത്ത് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ അമാനത്താണ് കുട്ടികൾ. അവരുടെ ഹൃദയം അതൊരു ശുദ്ധമായ തെളിഞ്ഞ കണ്ണാടി പോലെയാണ്. എല്ലാ ചിത്രങ്ങളും അതിൽ പതിയും. അവർ കാണുന്ന അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വരുന്ന എല്ലാ ചിത്രങ്ങളും പതിയുന്ന ഒരു തെളിഞ്ഞ കണ്ണാടി പോലെയാണ് കുട്ടികളുടെ ഹൃദയം. അപ്പൊ ആ കണ്ണാടിയിലേക്ക് അവിടെ എന്താണോ തെളിയുന്നത് അതാണ് അവർ കാണുന്നത് എന്നതുപോലെ അവര് നല്ലത് അവര് കണ്ടാൽ, ആ നന്മ അവരിൽ നട്ടുപിടിപ്പിച്ചാൽ അവിടെ നല്ലത് വളരുകയും അവരെ അവഗണിച്ചാൽ അവർ വഴിപിഴച്ചു പോവുകയും ചെയ്യും എന്നാണ്. അപ്പൊ അതുകൊണ്ട് അവരിലേക്ക് ഏറ്റവും നല്ല മാതൃകകളും മര്യാദകളും പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന വാചകം നമുക്ക് കാണാം, ലാഇബൂഹും ലിസബഇൻ, 7 വയസ്സുവരെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടൊപ്പം കളിക്കുക. വഅദ്ദിബൂഹും ലിസബഇൻ, അടുത്ത ഒരു 7 വയസ്സ് അവർക്ക് അദബുകൾ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുക. വസ്വാഹിബൂഹും ലിസബഇൻ, അടുത്ത ഒരു 7 വയസ്സുവരെ അവരോടൊപ്പം ഒരു കൂട്ടുകാരനെ പോലെ നിങ്ങൾ സഹവസിക്കുക എന്നാണ്. ഇപ്പൊ ഓരോ 7 വയസ്സുകൾ വരുമ്പോഴും ഓരോ പ്രത്യേക രീതിയിലുള്ള അവരുമായിട്ടുള്ള ഇടപെടലുകൾ ആയിരിക്കണം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ മക്കളിൽ നന്മ ആഗ്രഹിക്കുകയും ആ നന്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുവേ ഇവനെ നീ മതത്തിൽ അവഗാഹമുള്ളവനാക്കണേ. വഅല്ലിംഹു തഅ്വീൽ, ഇവന് നീ വ്യാഖ്യാനം, ഖുർആനിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണമേ. നോക്കൂ നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ എന്ന ആ ഒരു സ്ഥാനത്തേക്ക് പോലും എത്തപ്പെട്ട സ്വഹാബിയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥനയുടെ ആ ഒരു ഗുണം എത്രമാത്രം അദ്ദേഹത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ ശകാരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനപ്പുറം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ ഉണ്ടാകേണ്ട സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് അവരിലെ നന്മ ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അവരുടെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഉപയോഗപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. വെക്കേഷൻ ആകുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ കൂടെ, കുടുംബത്തിന്റെ കൂടെ യാത്രകളും അതേപോലെ ഉന്മേഷത്തിനും ഉല്ലാസത്തിനും ഒക്കെ ഉള്ള സമയം തന്നെയാണ്, അതും അവർക്ക് ആവശ്യമാണ്. എന്നാൽ ഒരു 1-2 മാസക്കാലം പൂർണ്ണമായി വെറുതെ സമയം കളയുക എന്നതല്ല അതിന്റെ
ഉദ്ദേശം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിഅമത്താനി മഅബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഹ്. ജനങ്ങളിൽ അധികം ആളുകളും അശ്രദ്ധമായി കാണുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ് ആരോഗ്യവും ഒഴിവു സമയവും. അത് നമുക്കും എല്ലാവർക്കും അങ്ങനെയാണ്. മനുഷ്യന്റെ ആരോഗ്യം അതുള്ളപ്പോൾ വേണ്ട രൂപത്തിൽ അതിനെ പ്രയോജനപ്പെടുത്താതെ ശ്രദ്ധിക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്നവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ അധികവും. അല്ലെ, നമ്മൾക്കിപ്പോൾ യാതൊരു രോഗവുമില്ലാത്ത അല്ലെങ്കിൽ പറയത്തക്ക പ്രയാസങ്ങളുള്ള വലിയ വലിയ രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. പക്ഷെ അത് തിരിച്ചറിഞ്ഞ എത്ര ആളുകളുണ്ട്? ഇന്ന് നേരം വെളുത്തപ്പോൾ എഴുന്നേൽക്കാൻ സാധിച്ചു, പള്ളിയിലേക്ക് പോകാൻ സാധിച്ചു, നമസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാൻ സാധിച്ചു, ഇവിടെ ഈ ക്ലാസ് കേൾക്കാൻ സാധിച്ചു, ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആരോഗ്യം അതൊരു വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ അനുഗ്രഹത്തെ നന്മയിൽ ചിലവഴിക്കാൻ സാധിക്കുന്ന ആളുകൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ തന്നെ മറ്റൊന്നാണ് സമയം, ഒഴിവു സമയം. നമുക്ക് കിട്ടുന്ന നമ്മളുടെ തിരക്കുകൾക്കിടയിൽ നിന്ന് ലഭിക്കുന്ന നമ്മളുടെ ഒഴിവു സമയം, ആ ഒഴിവു സമയത്തെയും പ്രയോജനപ്പെടുത്തുന്നവർ, അത് നമുക്കും നമ്മുടെ മക്കൾക്കും ഒഴിവു സമയം ഉണ്ടാകുമ്പോൾ ഹലാലായ അനുവദനീയമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ ധാർമ്മികമായ മതബോധം അവരുടെ അതൊന്ന് പരിശോധിക്കാൻ, അത് അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഒന്ന് ചർച്ച ചെയ്യാൻ, നമസ്കാരത്തെ അവരുടെ നമസ്കാരം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, അവർ പഠിച്ച പ്രാർത്ഥനകളൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ഒന്ന് പരിശോധിക്കാൻ, അതിനൊക്കെ സമയം കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. പരീക്ഷകളില്ലാത്ത കുട്ടികൾക്ക്, ഹോംവർക്കുകൾ ഇല്ലാത്ത, അതേപോലെ ട്യൂഷനുകൾ ഇല്ലാത്ത സമയമെന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി അവർക്ക് കൂടുതൽ അത് മതപരമായ കാര്യങ്ങളിൽ അവരുടെ എത്രമാത്രം അവരുടെ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന് പരിശോധിക്കുവാനും ഉള്ള ഒരു സമയമാണ്. അതോടൊപ്പം MSM വെക്കേഷൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്, ഇഖ്റ മോറൽ സ്കൂളുകൾ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം അലൈവ് എന്ന പേരിൽ 13 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ക്യാമ്പ് സംഘടിപ്പിച്ചതുപോലെ ഇപ്രാവശ്യവും ഈ വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ആൺകുട്ടികൾക്ക് വേണ്ടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും പെൺകുട്ടികൾക്ക് വേണ്ടി ഞായർ, തിങ്കൾ, ചൊവ്വ 12, 13, 14 തീയതികളിലും പി സ്കൂളിൽ വെച്ച് അവിടെ താമസിച്ച് അവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഇസ്ലാമികപരമായ മര്യാദകൾ അറിയാനും പഠിക്കാനും സംശയങ്ങൾ തീർക്കാനും അവരുടെ പ്രായത്തിലുള്ള കുട്ടികളോടൊപ്പം 1-2 ദിവസങ്ങൾ ചെലവഴിക്കാനും അതിൻ്റെ ഇടയിൽ തന്നെ സ്പോർട്സും അതേപോലെ ചെറിയ ചെറിയ യാത്രകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ദീനീപരമായ കാര്യങ്ങൾ ഒക്കെ അവർക്ക് കൂടുതൽ നന്നായി ഒന്ന് ഉപകാരപ്രദമാക്കുന്ന രൂപത്തിലേക്ക് അവരുടെ ജീവിതചര്യകളിലേക്ക് അതിനെയൊക്കെ കൊണ്ടുവരാനുള്ള അവസരങ്ങളാണ് ഇസ്ലാമിക് റെസിഡൻഷ്യൽ ക്യാമ്പുകൾ, MSM സംഘടിപ്പിക്കുന്ന അലൈവ് ക്യാമ്പുകൾ, അതേപോലെ പെൺകുട്ടികൾക്ക് വേണ്ടി MGM സ്റ്റുഡൻസ് വിങ് സംഘടിപ്പിക്കുന്ന വഹദ എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പുകൾ. അപ്പൊ അതൊക്കെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ മക്കൾക്ക് ആകെ ഈ 2 മാസത്തിലെ 1, 2, 3 ദിവസങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഒക്കെ നടക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. അതുപോലെ നമ്മുടെ യൂണിറ്റിലോ നമ്മുടെ മണ്ഡലത്തിലോ ഒക്കെ നടക്കുന്ന മോറൽ സ്കൂളുകൾ ഒരാഴ്ചയോ 10 ദിവസമോ 5 ദിവസമോ ഒക്കെയായി സംഘടിപ്പിക്കപ്പെടുന്ന ആ വെക്കേഷൻ ക്ലാസ്സുകളിലും നമ്മുടെ മക്കളെ നമ്മൾ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവർക്ക് ഈ ഒരു കുറച്ച് ദിവസങ്ങളായിരിക്കും അവര് കൂടുതൽ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ അവർക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തുന്ന, അതിനെ ഉപകാരപ്രദമായി മാറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആ മക്കൾക്ക് വേണ്ടി അവരുടെ നന്മകൾക്ക് വേണ്ടി പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ മക്കളെ എത്രമാത്രമാണോ ചേർത്ത് പിടിച്ചത്, അതിന് മാതൃക കാണിച്ചു കൊടുത്ത്, അതേപോലെ നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയായി മാറുകയും നന്മകളിൽ അവരെ ഈ ആദർശത്തിൽ നമ്മുടെ പിൻഗാമികളായി, നമുക്കു ശേഷം തൗഹീദുള്ളവരായി, തൗഹീദുള്ള കുടുംബങ്ങളെ നയിക്കുന്നവരായി, നമ്മുടെ പള്ളികൾ പരിപാലിക്കുന്നവരായി, ഈ ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിട്ടൊക്കെ അവരെ മാറ്റാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതോടൊപ്പം MSMന്റെ ഈ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ വിദ്യാർത്ഥി വിഭാഗമായ
MSMന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നന്മയിലേക്ക് ഇതിനു വേണ്ടിയുള്ള അവസരങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ മുന്നിൽ നിൽക്കുന്ന MSM, വിദ്യാർത്ഥികളുടെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന MSMലേക്ക് നമ്മുടെ മക്കളെ കണ്ണികളായി ചേർക്കാനുള്ള അവസരമാണ്. 12 വയസ്സ് മുതലുള്ള നമ്മുടെ കുട്ടികളെ ഈ MSMലേക്ക് ചേർത്തുകൊണ്ട് അവരെയും ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെറുപ്പകാലം മുതൽ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരും നന്മയിലേക്ക് ക്ഷണിക്കുന്നവരും തിന്മ തടയുന്നവരുമായ ആ രൂപത്തിലുള്ള മക്കളാക്കി നമ്മളുടെ മക്കളെയൊക്കെ മാറ്റാനുള്ള അവസരങ്ങൾ കൂടിയാണ്. ഈ അവസരങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്ന മാതൃകായോഗ്യരായ കൺകുളിർമ നൽകുന്ന നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.